അസുരൻ്റെ പ്രണയം. അവതരണം ഷിബു ജോസഫ്. രചന വിദ്യാവസൻ. ഈശ്വരി കൊല്ലാൻ പോകുന്നതുപോലെ നിൽക്കുന്നത് കണ്ട ദശ ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു. ദശയെ കണ്ട ഷോക്കിൽ അമ്പരപ്പോടെ ഈശ്വരി നിന്നു. എന്താണ് മാഡം ഈ മുറിയിൽ? ദശ എഴുന്നേറ്റ് അവരുടെ അടുത്ത് വന്ന് ചോദിച്ചു. അത് പിന്നെ ഇവിടെ ഒന്ന് നോക്കാൻ വന്നതാ, ഈശ്വരി പതറിക്കൊണ്ട് പറഞ്ഞു. ഇരുട്ടത്തിലോ? ദശ തലതിരിച്ച് ചോദിച്ചു. അത് പിന്നെ ഉറക്കം പോകണ്ട എന്ന് കരുതി. ഈശ്വരിക്ക് ആദ്യമായി വാക്കുകൾ പതറി. ശബ്ദം കേട്ട് നളിനി എഴുന്നേറ്റു. മുന്നിൽ ഈശ്വരിയെ കണ്ടതും നളിനി പേടിയോടെ എഴുന്നേറ്റു. ഈശ്വരി അവൾക്ക് ദഹിപ്പിക്കുന്ന നോട്ടം കൊടുത്തു. പേടിയോടെ നളിനി തല കുനിച്ചു. അപ്പോൾ നളിനി മാഡത്തിന് ആരാ? ദശ അടുത്ത ചോദ്യം ഈശ്വരിയോട് ചോദിച്ചു. ദശ, നീ ഇവിടുത്തെ ജോലിക്കാരിയാണ്, അത് മറക്കരുത്. എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്തു എന്നറിഞ്ഞാൽ എൻ്റെ മോൻ നിന്നെ വെച്ചേക്കില്ല, അതോർത്തോ? കൈ ചൂണ്ടി ദേഷ്യത്തിൽ ഈശ്വരി പറഞ്ഞു. പറഞ്ഞോ, നിങ്ങളുടെ പൊന്നുമോനോട് തന്നെ പറഞ്ഞോ. ഒരു ചുക്കും ചെയ്യാൻ പോണില്ല. കാരണം നിങ്ങൾ പറയില്ല. മറുത്ത് പറയാൻ പോയാൽ ഞാനും കുറേ കാര്യങ്ങൾ പറയും. ദശ മൊബൈലെടുത്ത് കള്ളച്ചിരിയോടെ ഈശ്വരിയുടെ അടുത്തൊന്ന് പറഞ്ഞു. ദശ, വേണ്ട, നളിനി തടഞ്ഞു. ഓ പിന്നെ, നീ പറഞ്ഞ എനിക്ക് പുല്ല് തന്നെയാ, അലസതയോടെ ഈശ്വരി പറഞ്ഞു. സഞ്ജീവ്, റാണി, വേദിക ഇവരുടെയൊക്കെ കാര്യങ്ങൾ സാറിനോട് വിളമ്പാം അല്ലേ മാഡം? മൊബൈൽ എടുത്ത് നോക്കിക്കൊണ്ട് ദശ ചോദിച്ചു. ആരാ നീ? ഈശ്വരി ഒരു പകപ്പോടെ ചോദിച്ചു. എന്നെ അറിയില്ലേ? ഞാൻ ദശ, ഈ വീട്ടിലെ ജോലിക്കാരി, കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് ദശ പറഞ്ഞു. എന്നാ മാഡം പോയി പറഞ്ഞോ. എനിക്കും കുറച്ച് കാര്യങ്ങൾ സാറിനോട് പറയാനും കാണിച്ചു കൊടുക്കാനുണ്ട്. ആദ്യം മാഡം പറയുന്നോ അതോ ഞാൻ കാണിക്കണോ? പുരിയുയർത്തി അർത്ഥം വെച്ച നോട്ടത്തിൽ ദശ പറഞ്ഞു. നീ എന്താണ് കാണിക്കാൻ പോന്നേ? അല്ല, ഈ സഞ്ജീവൊക്കെ ആരാ? ഈശ്വരിയുടെ വാക്കിൽ തെല്ലുഭയം കലർന്നിരുന്നു. ദശ വീഡിയോ ഓൺ ചെയ്ത് ഈശ്വരിയുടെ നേർക്ക് ചിരിയോടെ നീട്ടി. ഈശ്വരി വിറയലോടെ നോക്കി. ഈശ്വരി നിന്ന നിൽപ്പിൽ ഉരുകിത്തീർന്നു. ആരാ നീ? ഈശ്വരി പിന്നെയും ചോദിച്ചു. ഞാൻ ആരും ആയിക്കോട്ടെ മാഡം, ഇതുവരെ ഈ വീഡിയോ ക്ലിപ്പ് സാറ് കണ്ടില്ല. സാറ് കാണുന്നതും കാണാത്തതും നിങ്ങളുടെ കയ്യിൽ. സാർ ഇതൊക്കെ അറിഞ്ഞാൽ അറിയാലോ എന്താകുമെന്ന്. അത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, ദശ ഉദ്യോഗത്തോടെ പറഞ്ഞു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പേടിയോടെ ഈശ്വരി ചോദിച്ചു. ഈശ്വരി അമ്മ ഭയന്നു അല്ലയോ? അപ്പോൾ അസുരനെ ഭയക്കുകയും ചെയ്യല്ലയോ? ദശ പല്ലിഞ്ഞിരിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ എന്താണ് ചെയ്യേണ്ടത് അത് പറയേ. എത്ര രൂപ നിനക്ക് വേണം? കോടികളാണേലും ഞാൻ തരാം, പേടിയോടെ ഈശ്വരി പറഞ്ഞു. കോടികളോ? അതൊന്നും എനിക്ക് വേണ്ട. നാളെ ഒരു പ്രസ് മീറ്റിംഗ് വെക്കണം. ഞാൻ പറയുന്നത് പോലെ പ്രസ് മീറ്റിങ്ങിൽ പറയണം. എന്തേ, പറ്റുമോ? ദശ ചോദിച്ചു. പ്രസ് മീറ്റിങ്ങോ? ഈശ്വരി പേടിയോടെ കണ്ണുകൾ വിടർത്തി. അതെ, പ്രസ് മീറ്റിംഗ്. ഞാൻ പറയുന്നത് പോലെ പറഞ്ഞില്ലെങ്കിൽ ഈ ക്ലിപ്പ് സാറ് കാണും, ദശ ഫോൺ കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഈശ്വരി ഒന്നും മിണ്ടാതെ പോയി. അവരുടെ നടയിൽ ആദ്യമായി തകർച്ച കണ്ടു. ദശ വിജയഭാവത്തിൽ ചിരിച്ചു. ദശ, എന്തൊക്കെയത്? ഇനിയും പേടിയാവുന്നു, നളിനി അടുത്തുവന്ന് പറഞ്ഞു. പേടിക്കണ്ട, ശുഭമാകാൻ വേണ്ടി പോരാട്ടത്തിൻ്റെ ആരംഭം, ദശ കനലേരിയുന്ന കണ്ണോടെ പറഞ്ഞു. ദശ ഗസ്റ്റ് ഹൗസിൽ പോയി മറച്ചു വെച്ചിരുന്ന ഫോട്ടോ എടുത്തു. ചേച്ചി പെണ്ണേ, ദശ തലോടിക്കൊണ്ട് വിളിച്ചു. എൻ്റെ മോള് വക്കീലാകണം, അത് കണ്ട് ഞാൻ ബഹുമാനിക്കണം, വേദിക പറയുന്നത് ദശ ഓർത്തു. അഡ്വക്കേറ്റ് ആയി ചേച്ചി, പക്ഷേ എൻ്റെ ആദ്യത്തെ കേസ് ചേച്ചി പെണ്ണിൻ്റെ കേസാണല്ലോ, ദശ നിറഞ്ഞു വിളുമ്പിയ കണ്ണോടെ പറഞ്ഞു. ജയിക്കും, ഈ കേസ് ഞാൻ തന്നെ ജയിക്കും, എൻ്റെ ചേച്ചി പെണ്ണിന് വേണ്ടി, എൻ്റെ ഏട്ടന് വേണ്ടി, എനിക്ക് വേണ്ടി, ദശ ഇടർച്ചയോടെ പറഞ്ഞു. നരസിംഹ കൊട്ടാരത്തിൽ നിന്ന് ഈശ്വരിയമ്മ പ്രസ് മീറ്റിംഗ് വെച്ചിരിക്കുന്നു. ന്യൂസ് ചാനലിൻ്റെ ഹൈലൈറ്റ് അതായിരുന്നു. മമ്മ, മമ്മ, രുദ്രൻ ഒന്നും മനസ്സിലാതെ ഈശ്വരിയെ വിളിച്ചു. എന്താ മോനി?
ഉള്ളിലൊരു പേടിയുണ്ടെങ്കിലും പുറത്ത് കാണിക്കാതെ ഈശ്വരി അടുത്തൊന്ന് ചോദിച്ചു. പ്രസ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. എന്തിനു വേണ്ടി? അതിന് മുഖ്യ കാര്യങ്ങൾ ഒന്നുമില്ലല്ലോ, സംശയത്തോടെ രുദ്രൻ ചോദിച്ചു. ഈശ്വരി ഇടങ്ങളിട്ട് ദശയെ നോക്കി. ദശ അവളുടെ ഫോൺ ഉയർത്തി കാണിച്ചു. ഈശ്വരി പേടിയോടെ രുദ്രനെ നോക്കി. മമ്മ ചോദിച്ചത് കേട്ടില്ലേ, എന്തിനാ ഈ മീറ്റിംഗ്? രുദ്രൻ പിന്നെയും ചോദിച്ചു. മീറ്റിംഗ് തുടങ്ങട്ടെ, അപ്പോൾ അറിയും. ഈശ്വരി പറഞ്ഞുകൊണ്ട് തൻ്റെ മുറിയിൽ പോയി. രുദ്രൻ ഒന്നും മിണ്ടാതെ തൻ്റെ മുറിയിൽ പോകാൻ പോയതും ഡി പുല്ലേ, രുദ്രൻ അടുക്കളയിൽ നോക്കി ഉച്ചത്തിൽ വിളിച്ചു. എന്തോ? ദശ വിളി കേട്ടുകൊണ്ട് ഓടി വന്നു. ഒരു ചായ കൊണ്ട് മേലോട്ട് വാ, രുദ്രൻ പറഞ്ഞുകൊണ്ട് കോണിപ്പടി കയറാൻ പോയി. ചായ ഇല്ല, ദശ പറഞ്ഞുകൊണ്ട് തിരിച്ചു. ഡി കോപ്പേ, രുദ്രൻ പിന്നെ അലറി. എനിക്കിപ്പോൾ ചായ വേണം, രുദ്രൻ ദേഷ്യത്തിൽ പറഞ്ഞു. എന്നാ കേട്ടോ, ഇപ്പോൾ ചായ എടുക്കാൻ പറ്റില്ല, തിരിഞ്ഞു നിന്ന് കലിപ്പോടെ ദശ പറഞ്ഞു. നിനക്ക് എന്നാടി എനിക്ക് ചായ എടുത്താൽ? രുദ്രൻ ദശയുടെ അടുത്തൊന്ന് ചോദിച്ചു. ചായ കുടിക്കാതിരുന്നാൽ എന്താണ് പ്രശ്നം? ദശ വിടാതെ ചോദിച്ചു. എനിക്ക് ടെൻഷനാണ്, എനിക്ക് ചായ കുടിക്കണം, രുദ്രൻ പറഞ്ഞു. ഇന്നത് 5ാമത്തെ ചായയാണ്, ഇനി ഞാൻ ചായ ഉണ്ടാക്കി തരില്ല, എന്നോട് ചോദിക്കണ്ട. ടെൻഷൻ പോലെ ടെൻഷൻ. പണ്ട് ടെൻഷൻ വന്നാൽ പെണ്ണുപിടിയായിരുന്നു, ഇപ്പോൾ ടെൻഷൻ വന്നാൽ ചായ കുടി. ആരോഗ്യം നോക്കണ്ട, പിറുപിറുത്തോണ്ട് ദശ രുദ്രനെ നോക്കി. കുമാരി, രുദ്രൻ അടുക്കളയിൽ നോക്കി വിളിച്ചു. എന്താ സാറേ? കുമാരി വെള്ളം സാരിത്തമ്പിൽ തുടച്ചുകൊണ്ട് അടുത്ത് വന്നു. എനിക്കൊരു ചായ വേണം, ചായ കൊണ്ട് മുറിയിൽ വന്നോ, രുദ്രൻ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു. കുമാരി ചേച്ചിയും ചായ തരില്ല, ദശ പിന്നെയും അധികാരത്തോടെ പറഞ്ഞു. ഇവളെ ഞാൻ. രുദ്രൻ അടുത്തിരുന്ന ഫ്ലവർ ബോക്സ് എടുത്ത് ദശയെ നോക്കി എറിഞ്ഞു. ദശ അതിൽ നിന്ന് മാറിക്കൊടുത്തു. അത് ഉന്നം തെറ്റാതെ രുദ്രനെ കാണാമെന്ന അഭിലാഷിന്റെ നെഞ്ചത്ത് വീണു. ഈശ്വര, എന്റെ നെഞ്ച്, അഭിലാഷ് പിടിച്ചോണ്ട് വിളിച്ചു. ദശ വാവത്തി ചിരിച്ചു. എന്താടാ കോപ്പേ, എന്ത് നടന്നാലും അത് എൻ്റെ നെഞ്ചത്താണല്ലോ പുല്ലി, നെഞ്ചും തടയിക്കൊണ്ട് അഭിലാഷ് അടുത്തുനിന്ന് പറഞ്ഞു. ഇവൾക്കിട്ട് കൊടുത്തതാ, അത് നിനക്ക് കിട്ടി, പോട്ടെ സാരമില്ല, രുദ്രൻ അഭിലാഷിന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. ദശ ചായ, അഭിലാഷ് പറഞ്ഞുകൊണ്ട് സ്റ്റെപ്പ് കയറി. എനിക്കും, രുദ്രൻ കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു. ദശ ചവിട്ടിത്തുള്ളിക്കൊണ്ട് അടുക്കളയിൽ പോയി. കുറച്ചു സമയമായത് ചായ കൊണ്ട് ദശ രുദ്രന്റെ മുറിയിൽ പോയി. ഇന്നത്തെ പ്രസ് മീറ്റിംഗ് എന്താണ് സംഭവം? അഭിലാഷ് ഒന്നും മനസ്സിലാതെ ചോദിച്ചു. ദാ ചായ, അവിക്കുന്നേരെ ദശ ചായ നീട്ടി. രുദ്രന് ചായ ഇല്ലേ? സംശയത്തോടെ അഭി ചോദിച്ചു. അതോ, അങ്ങേര് ചായ കൂടി നിർത്തി, അതുകൊണ്ട് എടുത്തില്ല, ചിരിയുടെ ദശ പറഞ്ഞു. നിർത്തിയോ? എപ്പോൾ? വായും പൊളിച്ചോണ്ട് അഭി ചോദിച്ചു. അതൊക്കെ നമ്മൾ നിർത്തിപ്പിച്ചു. അല്ല, ഈ മീറ്റിങ്ങിനെ കുറിച്ച് ദശയ്ക്ക് വല്ലത് അറിയുമോ? സംശയത്തോടെ അഭി ചോദിച്ചു. ഈശ്വരി ഇപ്പോൾ എൻ്റെ കയ്യിലെ പാവയാണ്, ഞാൻ കീ കൊടുത്താൽ ചലിക്കുന്ന പാവ, ചിരിയുടെ ദശ പറഞ്ഞു. എന്താടോ, ഞാൻ അറിയാതെ നീ എന്തെങ്കിലും ഒപ്പിച്ചോ? രുദ്ര എഴുന്നേറ്റ് ദശയുടെ അടുത്തൊന്ന് ചോദിച്ചു. രാത്രി നടന്ന കാര്യങ്ങളെല്ലാം ഒന്നും വിടാതെ രുദ്രനോട് ദശ പറഞ്ഞു. വാട്ട്? ഞെട്ടലോടെ രുദ്ര അലറി. മോളെ, നീ എന്താടി കാണിച്ചത്? ഇനി അടുത്ത ലക്ഷ്യം നിന്നെയായിരിക്കും, പേടിയോടെ അഭി ചോദിച്ചു. രുദ്രൻ ദേഷ്യത്തിൽ ദശയെ ആഞ്ഞു തല്ലി. നീ എന്നോട് ഒരു വാക്ക് ചോദിച്ചോ? നിന്റെ ഇഷ്ടത്തിന് നീ ചെയ്തു കൂട്ടി. ആ സ്ത്രീ നിന്നെ കൊല്ലാൻ പോലും മടിക്കില്ല, നിന്റെ കരമില്ലാതെ എല്ലാം തീർക്കാൻ വിചാരിച്ചതാ. ഷിറ്റ്, പെൺബുദ്ധി പിൻബുദ്ധിയാണെന്ന് പറയുന്നത് എത്ര ശരി, രുദ്രൻ ദേഷ്യത്തിൽ പറഞ്ഞു. അതെ, എനിക്ക് പിൻബുദ്ധിയാ, മരിച്ചത് എൻ്റെ ചേച്ചിയാണ്, എൻ്റെ മാത്രം ചേച്ചി, ഒരു അനിയത്തിക്കും ഈ ഗതി വരരുത്. ആദ്യ കേസ് തന്നെ സഹോദരിയുടെ പീഡന കേസ്, ചിരിച്ചു കളിച്ചാലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കനൽ കത്തുന്നു.
നളിനിയെ കൊല്ലാൻ വന്നപ്പോൾ എൻ്റെ നിയന്ത്രണം അങ്ങോട്ടു. അവരുടെ ആ ഭയം എനിക്ക് നേരിട്ട് കാണുമായിരുന്നു. എൻ്റെ ചേച്ചി വെറും പാവമാ, കരയാൻ മാത്രമേ അറിയൂ ആ പാവത്തിന്. ഇഞ്ചിഞ്ചായി കൊന്നുകളഞ്ഞല്ലോ. ആ ഇവർ ഇനി സൂഹിക്കണ്ട, പേടിക്കണം, പേടിപ്പിക്കും, ദശ ദേഷ്യത്തിൽ പറഞ്ഞു. അഭിലാഷിന് ഒന്നും മിണ്ടാനായില്ല. ദശ, അവളുടെ ഹൃദയം എത്രമേൽ നീറ്റിലുണ്ടെന്ന് രുദ്രന് മനസ്സിലായി. എടി, അവരെ വേദനിപ്പിച്ചത് കൊണ്ടല്ല എനിക്ക് ദേഷ്യം വന്നത്. അവരുടെ ലക്ഷ്യം നീയാകും എന്ന് ഭയന്നിട്ടാ. നീ പോയാൽ പിന്നെ ഞാൻ. ദശയെ ചേർത്ത് പിടിച്ച് അവളുടെ നെറുകിൽ ചുംബിച്ചുകൊണ്ട് രുദ്രൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ സങ്കടം, എൻ്റെ നഷ്ടം, അതെന്താണ് ആരും നോക്കാത്തത്? ദശ വേദനയോട് ചോദിച്ചു. രുദ്രൻ ഒന്നും മിണ്ടിയില്ല. അല്ല, എന്തിനാ ഈ മീറ്റിംഗ്? അഭിലാഷ് ദശയെ നോക്കി ചോദിച്ചു. ദശ ഒന്നും മിണ്ടാതെ ചിരിച്ചു. ഈശ്വരി മീറ്റിംഗ് പറഞ്ഞ സമയം എല്ലാ പ്രസ്കാരും നരസിംഹ തറവാട്ടിൽ കൂടി. ചാനൽക്കാർ എല്ലാവരും കൂടി നിൽക്കുന്നു. വന്ദന ഒന്നും മനസ്സിലാതെ നോക്കിയിരുന്നു. ഈ ആന്റി എന്തിനാ ഇപ്പോൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തത്? വന്ദനയുടെ ഉള്ളിലെ സംശയം നേരിളിച്ചു. ഈശ്വരി എല്ലാവരുടെയും മുന്നിൽ വന്നിരുന്നു. കൂടെ പുരുഷോത്തമനും രുദ്രനും വന്ദനയും. എന്തിനാണ് മാഡം ഈ മീറ്റിംഗ്? ചാനൽക്കാർ ആകാംക്ഷ അടക്കാനാതെ ചോദിച്ചു. ഈശ്വരി ഇടങ്ങളിട്ട് ദശയെ നോക്കി. കാതിൽ ആരും അറിയാതെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിരുന്നു. ഞാൻ പറയുന്നത് പോലെ പറയണം, അല്ലാതൊന്നാൽ കയ്യിലിരിക്കുന്ന ഫോണെടുത്ത് കാണിച്ചുകൊണ്ട് ദശ തലചൊറിഞ്ഞു. ഈശ്വരി കർച്ചീപ്പെടുത്ത് മുഖം തുടച്ചു. എനിക്ക് 2 മക്കളാ. മൂത്തവൻ രുദ്രദേവ്, ഈ നരസിംഹ തറവാടിൻ്റെ അവകാശി, എൻ്റെ വളർത്തുമകൻ. ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. എൻ്റെ മോനെക്കാട്ടിലും ഞാൻ ഏറെ വാത്സല്യം കാണിച്ചത് മൂത്തവനോടാണ്. ഇളയവൻ ഒരു പാവം പെണ്ണിനെ പ്രണയിച്ച് പ്രണയവിവാഹം നടത്തി, അതെല്ലാവർക്കും അറിയാമല്ലോ. ഇനി മൂത്തവൻ്റെ കല്യാണക്കാര്യം. ഈശ്വരി പറഞ്ഞു നിർത്തി. ഇത് കേൾക്കുന്ന വന്ദനയുടെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞു. രുദ്രൻ്റെ മുഖം ചൊളിഞ്ഞു. പുരുഷോത്തമൻ ഞെട്ടലോടെ ഈശ്വരിയെ നോക്കി. ആരാണ് വധു? വന്ദന മേടാണോ? ഒരു ചാനൽക്കാരൻ ചോദിച്ചു. ഈശ്വരി മറുപടി പറയാതെ ദശയെ നോക്കി. ദശ ഫോണിനെ എടുത്തു കാണിച്ചു. അല്ല, വിറയാർന്ന ശബ്ദത്തോടെ ഈശ്വരി പറഞ്ഞു. വന്ദനയുടെ മുഖം വാടി. രുദ്രൻ സംശയം കൊണ്ട് ഈശ്വരിയെ നോക്കി. പിന്നെ എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിച്ചു. ദശ, ഈശ്വരി പറഞ്ഞതും എല്ലാവരും നിശബ്ദതയോടെ അടുക്കളയിൽ നോക്കി. ഈശ്വരിയുടെ നാവിൽ നിന്ന് ഈ പേര് വന്നത് അത്ഭുതത്തോടെ പുരുഷോത്തമൻ നോക്കി. മാഡം, ഞെട്ടലോടെ എല്ലാവരും വിളിച്ചു. ദശ, അവൾ ഈ കൊട്ടാരത്തിന് ചേരുന്ന കുട്ടിയാ, നല്ല കുട്ടിയാ. വേറൊന്നും ഞാൻ നോക്കിയില്ല. അന്തസ്തൊന്നും ഇല്ലെങ്കിലും സ്വഭാവം കൊണ്ട് അവൾ രാജകുമാരിയാ, ഈശ്വരി പറഞ്ഞുകൊണ്ട് നിർത്തി. എനിക്കിഷ്ടമില്ല, രുദ്രൻ ഒരലർച്ചയോടെ പറഞ്ഞു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ദശ വായം പൊളിച്ച് രുദ്രനെ നോക്കി. തുടരും.